എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. ഇന്ന് നമ്മളുള്ളത് കുളപ്പുള്ളി ടൗണിനടുത്താട്ടോ. അതായത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം കുളപ്പുള്ളി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് ഇതായി മെയിൻ റോഡ് വക്കിൽ നല്ല സൂപ്പർ വീടാട്ടോ. 6.5 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് വീടും. നമുക്ക് വളപ്പൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ആദ്യം ചുറ്റുഭാഗം ഇൻ്റർലോക്ക് ചെയ്തിട്ട് 4 പുറം മതിലും കെട്ടിയിട്ട് നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. അത് നല്ല കായ്ഫലം കിട്ടുന്ന 3 തെങ്ങുണ്ട്, പേര, മാവ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഇതിലുണ്ട് കേട്ടോ. പുറകുവശത്ത് ജൈവമാലിന്യം അജൈവ മാലിന്യം ഒക്കെ വേർതിരിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. വെള്ള സൗകര്യത്തിന് വാട്ടർ കണക്ഷൻ ഉണ്ട്, ബോർവെല്ലും ഉണ്ട് കേട്ടോ. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ്. 2000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാവുന്ന ടാങ്കാണ് കേട്ടോ ഈ വീട്ടിലുള്ളത്. ഇതാണ്ട് ഈ മരങ്ങളുടെ ഇടയിൽ പോലും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മരങ്ങൾ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുൻഭാഗവും എല്ലാ ഭാഗവും. കണ്ടില്ലേ, ഇവിടെയൊക്കെ കടന്നുറങ്ങാം, അത്രയും കൂളിങ്ങാണ്. മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥ ഉള്ള ഒരു വീടാട്ടത്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഒരു ഓപ്പൺ സിറ്റ് ഔട്ട്, ഗ്രില്ല്, ഇരുമ്പിൻ്റെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സേഫ്റ്റി ആക്കിയിരിക്കണം. ഇതിൻ്റെ നിലം കാണുമ്പോൾ നമുക്ക് കാവ്യാന്ന് തോന്നും, പക്ഷെ അത് ടൈൽസാട്ടോ. നല്ലൊരു ഫിനിഷിംഗ് ഉള്ള ഒരു തലം ടൈൽസാണത്. മെയിൻ ഡോറ് കടന്ന് ഇതാ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വലിയ ഹാള്, നല്ല വലിപ്പമുള്ള ഹാളാട്ടോ. മൊത്തം ഈ വീട്ടിൽ 4 ബെഡ്റൂമാണ് കേട്ടോ. 4 ബെഡ്റൂമും 2 അറ്റാച്ച്ഡ്, 2 കോമൺ. ഈ ഹാളിൽ നിന്ന് തന്നെയാണ് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെ കേട്ടോ. പെയിൻറ്റിംഗ് ഒക്കെ ഒരു കോമ്പിനേഷൻ ലെവലിലുള്ള പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ 2 ബെഡ്റൂമിൻ്റെ നടുവിലൊരു സ്പേസ് ഉണ്ട്. അത് പൂജാമുറിയായിട്ട് ഉപയോഗിക്കുക, നമസ്കരിക്കാനും ഉപയോഗിക്കാം, 2 പർപ്പസിനും ഉപയോഗിക്കാം. ഇത് അതിൻ്റെ തൊട്ട് തന്നെ 2ാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡാണ് കേട്ടോ. ഇതിൽ കണ്ടില്ലേ പെയിൻറ്റിങ് വേറൊരു കോമ്പിനേഷൻ പെയിൻറ്റിംഗ് ആണ്. ഇതാണ് ഇതിലെ ടോയ്ലറ്റ്. നല്ല ഭംഗിയുള്ള ഒരു വൃത്തിയുള്ള ബാത്റൂമാണ് കേട്ടോ അത്. ഇതിൽ ഡ്രസ്സർമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വീടാണ്. നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചറിയിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് സെയിൽസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഹാളിൽ നിന്ന് വീണ്ടും അടുത്ത സ്പേസാണ്, ഡൈനിങ് ഏരിയയാണ് ഇത് കേട്ടോ. നല്ല എല്ലാ ഷെൽഫ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. മൊത്തം 4 ബെഡ്റൂമും 5 ബാത്റൂമുമാണുള്ളത് കേട്ടോ. 2 ബെഡ്റൂം അറ്റാച്ച്ഡും 3 കോമൺ ബാത്റൂമും ഉണ്ട് ഈ വീട്ടിൽ. താഴെ 2 കോമൺ ബാത്റൂമും മുകളിൽ ഒരു കോമൺ ബാത്റൂമും. ഇവിടെ ഉണ്ടല്ലേ വാഷ് ബേസിനൊക്കെ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷനിൽ ഇതാ ഇതിൻ്റെ സൈഡിലൊക്കെ ഷെൽഫുകളുണ്ട് കേട്ടോ. ഒക്കെ ഇതാണ് ആദ്യത്തെ കോമൺ ബാത്റൂം. അത് കഴിഞ്ഞാൽ അത് അടുക്കളയിലേക്ക്. അടുക്കളയിലെ ടൈല് വേറൊരു മോഡലാണ്. അടുക്കളയിലെ കബോർഡ് വർക്കും എല്ലാം ചെയ്താട്ടോ. അത്യാവശ്യം നിന്ന് വർക്ക് ചെയ്യാനുള്ള സ്പേസും ഉള്ളൊരു അടുക്കളയാണ്. കൂടാതെ ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട് ഇവിടെ. ഇതാ ഉണ്ടല്ലേ, ഇത് നേരെ ഹാളിലേക്കുള്ള വ്യൂ. ഇതാണ് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് ഉണ്ടല്ലേ. പിന്നെ കൂടാതെ ഈ ഭാഗത്തും ഇതിലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അവിടെ കണ്ടില്ലേ അലമാരയൊക്കെ സെറ്റ് ചെയ്ത ഭാഗമാണ്. നല്ല സ്പേസുള്ള അടുക്കള. ഇതിലുള്ള ടോയ്ലറ്റാണത്. 6.5 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് വീടും. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഹൈവേ വക്കാണ്. വെറും 45 ലക്ഷം രൂപയാണ് ഇതിന് പറയുന്നത് കേട്ടോ. എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് കുറവ് ചെയ്ത് കിട്ടുന്നതാണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. ജോലി സംബന്ധമായി ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ടാണ്
ഇതിൻ്റെ ഓണർ ഇത് വിൽക്കാൻ തീരുമാനിച്ചത്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്, കാർമൽ സ്കൂളുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ഹൈവേ ഫ്രണ്ടോട് കൂടിയുള്ള നല്ലൊരു വീടാണ് കേട്ടോ. മാത്രമല്ല ഒരു കച്ചറയില്ലാത്ത നല്ലൊരു ഏരിയയാണ്. സൈലൻ്റായിട്ട് താമസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഈ വീടും പരിസരം കേട്ടോ. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള കാഴ്ചയാണ്. ഇവിടെയും കണ്ട കോമ്പിനേഷൻ പെയിൻറ്റിംഗ് ആണ്. അവിടെ ചെറിയൊരു സ്പേസ് അവിടെ അയൺ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം കേട്ടോ. നല്ല വൃത്തിയുള്ള ബാത്റൂമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതാ താഴത്തെ മാതിരി വലിയൊരു ഹാള്, താഴത്തെ അതേപോലെ നീളമുള്ള വലിപ്പമുള്ളൊരു ഹാള് കേട്ടോ. അതിൻ്റെ ഒരു സൈഡിലാണ് ആദ്യത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡാണ്. ഇതൊന്നും ഉപയോഗിക്കാതെ ഇട്ടിരിക്കുക. അതുകൊണ്ട് കണ്ടതിൻ്റെ ഫ്രഷ്നെസ് കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള വീടാത്. ഇതതിലെ ടോയ്ലറ്റ്. ഓരോ ഏരിയയിലും വീടുകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് എൻക്വയറീസും കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരുടെയും വീടോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കണേ. ഇത് ഹാളിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതും താഴത്തെ അതേപോലെയുള്ള വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇത് കോമൺ ബെഡ്റൂം കേട്ടോ, അറ്റാച്ച്ഡ് അല്ല. അതുപോലെ ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അവിടുന്ന് ഹാളിലേക്ക് വന്നു. ഇതാ നമ്മുടെ പുറത്തുള്ള ഒരു ബാൽക്കണി. നല്ല ഒരു ആംബിയൻസ് കേട്ടോ അവിടെ കണ്ടോ. പുറത്തേക്കുള്ള റോഡും പുറത്തേക്കുള്ള വ്യൂ ഒക്കെയാണിത്. ഒരുപാട് പണം മുടക്കിയിട്ട് ഓരോ ഭാഗങ്ങളും ഇതിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഗത്തും ഗ്രില്ലായാലും ഷീറ്റ് വർക്കായാലും കബോർഡ് വർക്കായാലും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള വീടാണിത്. അതുകൊണ്ട് തന്നെ വാങ്ങുന്നവർക്ക് എന്തുകൊണ്ടും ലാഭം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. ഓരോ ഭാഗത്തുള്ള ഷെൽഫുകളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടും. ഇത് കണ്ടില്ലേ, ഇതാണിത് ഇതിൻ്റെ വേറൊരു ഭാഗം, ഓപ്പൺ ടെറസ്. ഓപ്പൺ ടെറസിലും നന്നായിട്ട് ടൈൽസ് ഇട്ടിട്ട് 4 പുറവും ഗ്ലാസും ഒക്കെ ഇട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ഇവിടെ അവർക്ക് ഇനി വാഷ് ചെയ്യാനുള്ള കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാം, തുണികൾ ഉണക്കാനിടാം. സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്തുകൊണ്ടും ഇത് ഈ വിലക്ക് വാങ്ങുന്നവർക്ക് ലാഭമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ടെറസും കൂടി ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഏറ്റവും മുകളിൽ ഉണ്ടല്ലേ, ഇതൊക്കെ ഓരോ ഭാഗങ്ങളും വളരെ സൗകര്യപൂർവ്വം വേണ്ടിയിട്ട് കൃത്യമായി ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിലൊക്കെ നല്ല ഷീറ്റ്. ഇതാണ് ഇപ്പം എൻ്റെ ഏറ്റവും മുകളിലത്തെ കാഴ്ച കേട്ടോ. അത് 4 പുറം സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ഈ വീട് ഐഡിയ ഉള്ളവർ വിളിക്കൂ, എന്നിട്ട് വന്നിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു ലൊക്കേഷനാണ്, നല്ല ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് എന്നൊക്കെ അറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.